ഹായ്, ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. 2023 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 19 ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം ഈ ലാബിൽ നിന്ന് എക്സ്റ്റേണൽ എക്സാമിനർ ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസും പരിചയപ്പെടുത്തുന്നു. ഓൾറെഡി ലാബ് 90 എല്ലാ ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ലാബിലെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ 2023 ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 11 ആയിട്ടാണ് 2023 ഈ ലാബിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ലാബ് 19 ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ്. ഈ ലാബിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് ദ അപ്ലെറ്റ് Q11 ടു ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. ഒരു റെഡിമെയ്ഡ് അപ്ലെറ്റ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ലാബ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഈ ഒരു അപ്ലെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആ അപ്ലെറ്റ് ഓപ്പൺ ചെയ്യുക. Q11 GGB ഈ ഒരു ഫോമാറ്റിലായിരിക്കും കാണുന്നത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനടുത്ത് ചോദിച്ചാൽ മതി. ഈ ഡൗട്ട്സ് ഒക്കെ അവർ ക്ലിയർ ചെയ്തു തരും. സോ നമുക്ക് ഒരു റെഡിമെയ്ഡ് അപ്ലെറ്റ് ഇവിടെ കാണുവാൻ സാധിക്കും. ഈ അപ്ലെറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. ഇവിടെ ഫംഗ്ഷൻ എക്സ് ക്യൂബ് ആണ്. അതായത് ഈ ഗ്രാഫ് ഏത് ഫംഗ്ഷന്റെ ആണ്? എക്സ് ക്യൂബിന്റെ ആണ്. ഒരു സ്ലൈഡർ നൽകിയിട്ടുണ്ട്. ആ സ്ലൈഡറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സും ഉണ്ട് അല്ലെ. സ്ലൈഡറിന്റെ വാല്യൂ ഇവിടെ ഇൻപുട്ട് ബോക്സിൽ 4.5 എന്ന് കൊടുത്താൽ സ്ലൈഡറിന്റെ വാല്യൂ 4.5 ആയി ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഫംഗ്ഷനിൽ ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് ക്യൂ. അടുത്ത് ഇവിടെ നിന്ന് ഈ ക്യൂവിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് എക്സ് ആക്സിലേക്ക് വരയ്ക്കുന്നു. ഇവിടെ ഒരു പോയിന്റ് പി വൈ ആക്സിസിലുണ്ട്. ഓക്കെ, ഇവിടെ ഈ പി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 0,4. അതായത് സ്ലൈഡർ വാല്യൂ 4 ആകുമ്പോൾ ഇവിടെ 0,4. അതായത് സ്ലൈഡർ വാല്യൂ എ ആണല്ലോ. അതായത് പി എന്ന് പറയുന്നത് ജനറലി നമുക്ക് എന്ത് പറയാം? 0,a എന്ന് പറയാം. ഈ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഈ വാല്യൂ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുണ്ടോ? ഇവിടെ 4.01 ആയപ്പോൾ ഇവിടെ 0,4.01. അതായത് എ മാറുന്നതനുസരിച്ച് ഈ പിയുടെ y കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വി ക്യാൻ ചേഞ്ച് ദ വാല്യൂ ഓഫ് എ യൂസിങ് ഇൻപുട്ട് ബോക്സ്. എന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ ഫോളോയിങ് യൂസിങ് ദിസ് അപ്ലെറ്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒന്നായിരിക്കും ടിക്കറ്റിട്ടുള്ളത്. അത് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഇപ്പൊ ഫസ്റ്റ് ഒന്നാണ് ടിക്കറ്റിട്ടുള്ളതെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ക്യൂബ് റൂട്ട് ഓഫ് 5. എങ്ങനെ കണ്ടെത്താം? യൂസിങ് ദ ഗിവൺ അപ്ലെറ്റ്. തന്നിട്ടുള്ള അപ്ലെറ്റ് യൂസ് ചെയ്ത് ക്യൂബ് റൂട്ട് ഓഫ് 5 കണ്ടെത്തണം. അപ്പൊ ഈ അപ്ലെറ്റിന്റെ പ്രത്യേകത നമുക്കറിയാം. ഫംഗ്ഷൻ എക്സ് ക്യൂബ് അല്ലെ എന്ന് പറഞ്ഞാൽ ഈ 1.59 എന്ന് പറയുന്ന നമ്പറിന്റെ ക്യൂബാണ് 4 അല്ലെ. 1.59 എന്റെ ക്യൂബാണ് 4. അത് ഫംഗ്ഷൻ എക്സ് ക്യൂബ് ആണല്ലോ. എങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഫംഗ്ഷൻ അല്ലെ ഈ 4ന്റെ എന്തായിരിക്കും ഈ സംഗതി? എക്സ് ക്യൂബിന്റെ ഇൻവേഴ്സ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് ഈ 1.59 ആയിരിക്കും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് ഈ r എന്ന് പറയുന്നതിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 5 കാണണമെങ്കിൽ നമ്മൾ സ്ലൈഡർ വാല്യൂ എന്താക്കി ചേഞ്ച് ചെയ്യുക? 5 ആക്കി ചേഞ്ച് ചെയ്യുക. ഓക്കെ, 5 ദെൻ എൻറ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്യൂവിന്റെ y കോർഡിനേറ്റ് 5 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എക്സ് കോർഡിനേറ്റ് ആണ് ക്യൂബ് റൂട്ട് ഓഫ് 5. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ r-ന്റെ എക്സ് കോർഡിനേറ്റ് രണ്ടും സെയിം ആയിരിക്കുമല്ലോ. സോ ക്യൂബ് റൂട്ട് ഓഫ് 5 ഈക്വൽ ടു 1.71 എന്ന് പറയാം. ഇത് എങ്ങനെ നമ്മൾ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തും? ക്വസ്റ്റ്യൻ നമ്പർ 11 എന്ന് ഹെഡിങ് കൊടുക്കുക. ലാബ് 19 ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്നും ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ടിട്ട് നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 സബ് ക്വസ്റ്റ്യൻ കൊടുക്കുക. ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? സ്ലൈഡർ വാല്യൂ a ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയത്? എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ R ഈസ് ദ ആൻസർ. ദാറ്റ് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 5 ഈക്വൽ ടു 1.71. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ക്യൂബ് റൂട്ട് ഓഫ് 3. രണ്ടാമത്തതാണ് ടിക്കറ്റുള്ളതെങ്കിൽ അത് ചെയ്യുക. അത് അതിലും സിമ്പിൾ അല്ലേ. ഇപ്പോൾ പറഞ്ഞതുപോലെ ക്യൂബ് റൂട്ട് ഓഫ് 3 കാണണമെങ്കിൽ സ്ലൈഡറിന്റെ വാല്യൂ സിമിലർലി ചേഞ്ച് ചെയ്ത് 3 ആക്കുക. ദെൻ എന്റർ കൊടുക്കുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 3 ദാറ്റ് ഈസ് എന്താണ് 1.44 എന്ന് കിട്ടും. സോ നോക്കിക്കോ, ക്യൂബ് റൂട്ട് ഓഫ് 3 1.44. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 4 കാണണമെങ്കിൽ ഇതേപോലെ സ്ലൈഡറിന്റെ വാല്യൂ 4 കൊടുക്കുക. ആൻസർ എന്ത് കിട്ടും 1.59. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Select only one question having tick mark from the following and answer the given questions. 3 ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ടിക്കറ്റിലുണ്ടായിരിക്കും. അത് നിങ്ങളുടെ സ്കൂളിൽ എക്സാം നടത്താൻ വരുന്ന എക്സ്റ്റേണൽ എക്സാമിനറാണ് ടിക്ക് ഇടുന്നത്. ആ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യാവൂ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടിക്കറ്റ് ഉള്ളതെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യുക. എന്താണ് ഫംഗ്ഷൻ? x² - 6x + 10. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. അതിനും കിട്ടും 1 മാർക്ക്. ഈ ഫംഗ്ഷൻ ഡ്രോ ചെയ്യുക. എവിടെ? ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് ചെയ്യുക. നേരത്തെ അപ്ലെറ്റ് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ അപ്ലെറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പുതിയ ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. അത് നിങ്ങൾക്കറിയാം. എന്നിട്ട് ഇൻപുട്ട് ബാറിൽ ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തായിരുന്നു ഫംഗ്ഷൻ? x² x ഷിഫ്റ്റ് ക്യാപ് 2 x² - 6x + 10. എന്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ കാണാൻ സാധിക്കും. അത് ഓൾജിബ്രായിക് വ്യൂയിലും കാണാൻ സാധിക്കും. സോ ഈ ഫംഗ്ഷൻ ഇതാണ് ഡ്രോ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ബി പാർട്ട്. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് റീഡിഫൈൻ ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എ ബൈജക്ഷൻ. ഈ ഫംഗ്ഷൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം ഇത് ബൈജക്റ്റീവ് അല്ല. കാരണം ഈ ഫംഗ്ഷൻ എന്തല്ല? 1 അല്ല. അപ്പൊ എന്താണ് 1 ഫംഗ്ഷൻ? നിങ്ങൾക്കറിയാം, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഈ കർവിനെ ഒരൊറ്റ പോയിന്റിൽ മാത്രം കട്ട് ചെയ്യുന്നു എങ്കിൽ അത് 1 മോർ ദാൻ 1 പോയിന്റിൽ കട്ട് ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് 1. ഞാൻ ഈ ഗ്രാഫിന് ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ ഇങ്ങനെ വരച്ചാൽ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നു. സോ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1. അപ്പൊ ഇത് 1 ആക്കിയാലേ ഇത് ബൈജക്റ്റീവ് ആകാൻ സാധ്യതയുള്ളൂ. അപ്പൊ 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യണം. നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വളയുന്നതാണ് പ്രശ്നം. എവിടെയാണ് ടേണിംഗ് പോയിന്റ്? ഇവിടെയാണ് അല്ലേ. ആ ടേണിംഗ് പോയിന്റിൽ വെച്ച് നമ്മൾ പ്രശ്നം സോൾവ് ചെയ്യണം. ഇത് മുതൽ ഇതുവരെ കൺസിഡർ ചെയ്താൽ അവിടെ പിന്നെ എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻ വെച്ചാൽ ഒറ്റ പോയിന്റിലേ കട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിന് ലെഫ്റ്റിലോട്ടുള്ള പോർഷൻ എടുക്കാം, അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള റൈറ്റിലോട്ടുള്ള പോർഷൻ. അതായത് ഈ 3 എന്ന് പറയുന്ന പോയിന്റ് x > 3 മാത്രം കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ x < 3 ആയിട്ട് കൺസിഡർ ചെയ്യാം ഡൊമൈൻ. അപ്പൊ ഞാനിവിടെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ഞാൻ റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. x < 3 ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. എന്ത്? ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ x < 3 ആയി റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അതായത് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ഈക്വൽ ടു എങ്ങനെ സെലക്ട് ചെയ്യണം? ക്ലോസ്ഡ് ഇന്റർവൽ 3, ∞. അപ്പോൾ എന്ത് സംഭവിക്കും? അത് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. എങ്ങനെയാണ്? f എന്ന് പറയുന്ന ഫംഗ്ഷൻ കോമ എന്താണ് റെസ്ട്രിക്ട് ചെയ്തത്? എക്സിന്റെ വാല്യൂ > 3 ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള പോർഷൻ മാത്രം വന്നു. അപ്പൊ f ഞാൻ ഹൈഡ് ചെയ്തു. ഇപ്പൊ നോക്കുക, ഞാൻ x > 3 ആയി ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ കിട്ടി. നൗ ഈ ഫംഗ്ഷൻ 1 ആണോ? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. എവിടെ വരച്ചാലും ഒരൊറ്റ പോയിന്റിൽ മാത്രം കട്ട് ചെയ്യുന്നു. നൗ ദിസ് ഫംഗ്ഷൻ ഈസ് 1. ഇനി ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ? ഓൺ ടു ആക്കണമെങ്കിൽ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയാൽ മതി. ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ അല്ലെ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ x വാല്യൂ, റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ. ഒത്തിരി ലാബുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ റേഞ്ച് y വാല്യൂ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു? 1 മുതൽ ∞ വരെ. അതായത് ഈ ഫംഗ്ഷന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 1, ∞. അപ്പൊ കോഡൊമൈനും ക്ലോസ്ഡ് ഇന്റർവൽ 1, ∞ ആയി റെസ്ട്രിക്റ്റ് ചെയ്താൽ ഈ ഫംഗ്ഷൻ 1 ഓൺ 2 എങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ്? ബൈജക്റ്റീവ് എന്ന് പറയാം. അപ്പൊ ഇത് ബൈജക്റ്റീവ് ആക്കണമെങ്കിൽ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്ത് 1 ആക്കണം. കോഡൊമൈൻ റേഞ്ചിന് ഈക്വൽ ആക്കി എന്ത് ചെയ്യണം? റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അത് ഓൺ 2 ആയി മാറും. ഈ കഥകൾ എങ്ങനെ നമുക്ക് എഴുതാം നോക്കിക്കോ.
observe the graph and redefine its domain and codomain so that it becomes a bijection. Bijection means a function which is both on 1 and on 2. So നമ്മൾ എന്ത് ചെയ്തു? ചെയ്ത കാര്യങ്ങൾ, ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 3, ഇൻഫിനിറ്റി ആയി റെസ്ട്രിക്ട് ചെയ്തു. കോഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ 1, ആയി റെസ്ട്രിക്ട് ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായി? 1 1 ആയി. ഹെൻസ് ഇറ്റ് ഈസ് എ ബൈജക്ഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യുക എന്നാണ് സി പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ സിമ്പിൾ ആണ്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഗ്രാഫ് സ്കെച്ച് ചെയ്യുന്നത്? എഫ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കൊടുക്കുമ്പോൾ ഗ്രാഫ് സ്കെച്ച് ചെയ്തതായി മനസ്സിലാക്കാം. ഈ ഗ്രാഫ് നിങ്ങൾ ആൻസർ ഷീറ്റിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കുക. ഈ ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ പറയുന്ന എല്ലാ സമയത്തും എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് ഇത് കാണിക്കുക. അപ്പോൾ നമ്മുടെ സി പാർട്ട് കിട്ടിക്കഴിഞ്ഞു. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. എങ്ങനെ കമാൻഡ് കൊടുക്കണമെന്നൊക്കെ സാമ്പിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡി പാർട്ട്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് യൂസിങ് റിഫ്ലക്ട് അബൌട്ട് ലൈൻ 2. റൈറ്റ് ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇതിന് 2 മാർക്കുണ്ട്. സോ ഇതിന്റെ ഇൻവേഴ്സിന്റെ ഗ്രാഫ് നമ്മൾ ഡ്രോ ചെയ്യണം. ഒത്തിരി മാർഗങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂസിങ് റിഫ്ലക്ട് അബൌട്ട് ലൈൻ 2. അതെങ്ങനെ ചെയ്യും? അതിന്റെ പ്രൊസീജിയറും നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടെത്തണം. യൂസിങ് ദ ടൂൾ റിഫ്ലക്ട് അബൌട്ട് ദ ലൈൻ. അതിനുവേണ്ടി y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുക. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ലാബിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് എന്ന ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷന്റെ റിഫ്ലക്ഷൻ അബൌട്ട് ദിസ് ലൈൻ y ഈക്വൽ ടു എക്സ് കാണുമ്പോൾ കിട്ടുന്നതാണ് ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു ഫംഗ്ഷന്റെ റിഫ്ലക്ഷൻ അബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിൽ ഈ ഫംഗ്ഷന്റെ റിഫ്ലക്ഷൻ അബൌട്ട് ദ ലൈൻ കാണുമ്പോൾ അതിന്റെ ഇൻവേഴ്സ് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾക്കറിയാം, ടൂൾ ബാറിൽ ഇവിടെ എടുക്കുക അല്ലെ, അവിടെ ഫസ്റ്റ് വൺ അത് തന്നെയാണ്. എന്താണ്? റിഫ്ലക്ട് അബൌട്ട് ദ ലൈൻ. എങ്ങനെയാ ചെയ്യുന്നത്? ഈ ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഫംഗ്ഷന്റെ റിഫ്ലക്ഷൻ അബൌട്ട് ദിസ് ലൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ മിറർ ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും, വിച്ച് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പൊ 2 ഒരേ കളറാണ്, ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് കൊടുക്കുക, ദെൻ കളർ അല്ലെ, കളർ ഒന്ന് മാറ്റി കൊടുക്കാം, ബ്ലൂ ആക്കാം, ഗ്രീൻ ആക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആക്കാം. ഓക്കെ, സോ എന്താണ്? ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റിഫ്ലക്ഷൻ അബൌട്ട് ദിസ് ലൈൻ ഈ ഗ്രാഫ് ആണെന്ന് മനസ്സിലായി, വിച്ച് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ. സോ എഫ് ഇൻവേഴ്സ് എക്സ് ഇതാണ്. ഓക്കെ, അതിവിടെ പാരാമെട്രിക് ഫോമിലാണ് നൽകിയിട്ടുള്ളത്, ഓൾജിബ്രൈക് വീൽ, അത് നമ്മുടെ വിഷയമല്ല. സോ വിച്ച് ഈസ് ദ ആൻസർ? ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ്. ഇതും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല, എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കുക. റൈറ്റ് ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. ആ മെത്തേഡ് നിങ്ങൾ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എങ്ങനെയാണ് ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തേണ്ടത്? ഡി പാർട്ട് അല്ലെ, ഡ്രോ ദ ലൈൻ y ഈക്വൽ ടു എക്സ്, അതാണ് ആദ്യം ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? യൂസിങ് റിഫ്ലക്ട് അബൌട്ട് ദ ലൈൻ ടൂൾ ക്ലിക്ക് ഓൺ ദ ഗ്രാഫ് ജി ആൻഡ് ദെൻ ദ ലൈൻ. വി ഗെറ്റ് എന്താണ്? ഗ്രാഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ എക്സ്റ്റേണൽ എക്സാമിനർ വൈവേ ആയിട്ട് ഇത് എങ്ങനെ ചോദിക്കാം? ഇതിന്റെ ഇൻവേഴ്സ് എന്താണ്? ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണ്? അത് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കമാൻഡ് കൊടുക്കണം, ഇൻവേർട്ട്. നമുക്ക് ഓൾജിബ്രൈക്കലി ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. എങ്കിലും ഇവിടെ അതല്ല, ഇൻവേർട്ട് ബ്രാക്കറ്റിനകത്ത് ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് അല്ലെ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വന്നാൽ നമ്മൾ കൊടുക്കേണ്ടത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന ഒരു സ്റ്റെപ്പാണ്. ബ്രാക്കറ്റ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഉണ്ടോ, കംപ്ലീറ്റ് സ്ക്വയർ അത് കൊടുക്കുക. ആരെ? ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് കംപ്ലീറ്റ് സ്ക്വയർ ആണ്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ, അത് കൊടുക്കുക. എന്താണ്? എഫ്. എന്റർ കൊടുക്കുമ്പോൾ ഓൾജിബ്രൈക് വീൽ ഇൻവേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ബൈ 1 പ്ലസ് 3. അതിവിടെ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് തോന്നിക്കുന്ന ഒരു എക്സ്റ്റേണൽ എക്സാമിനർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് സ്മാർട്ടായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇവിടെ ഇൻവേർട്ട്, ഇതൊരു പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് കംപ്ലീറ്റ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവേഴ്സ് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് മാത്രമല്ല, ഈ ലാബിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. വൈവ ക്വസ്റ്റ്യന് what do you mean by 1-1 function? Definition of 1-1 function. നിങ്ങൾക്കറിയാം, ഡിസ്റ്റിങ്ക്ട് എലമെന്റ് ഹാസ് ഡിസ്റ്റിങ്ക്ട് ഇമേജസ് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ ഒന്നായി.
വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഓൺ ടു ഫംഗ്ഷൻ? കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണെങ്കിൽ അത് ഓൺ ടു ഫംഗ്ഷൻ. വാട്ട് ഡു യു മീൻ ബൈ ബൈജക്റ്റീവ് ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് 1 1 and 1 2 ഈസ് കോൾഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മൾ എങ്ങനെയാണ് ഗ്രാഫിക്കലി ഒരു ഫംഗ്ഷൻ 1 1 എന്ന് പ്രൂവ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ലൈൻ ട്വിസ്റ്റ് യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഈ ലാബിൽ നിന്ന് ചോദിക്കാം. പക്ഷെ നിങ്ങൾക്ക് പരിചിതമായ ക്വസ്റ്റ്യൻസേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അടുത്ത, ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആവണമെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കണം, 1 2 ആയിരിക്കണം. ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ലാബുമായിട്ട് വൈവ ക്വസ്റ്റ്യൻ ചോദിക്കാം. തീർച്ചയായിട്ടും ഈസി ആയിട്ട് നിങ്ങൾക്കത് പറയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ ലാബ് വളരെ സിമ്പിളാണ്. പല കുട്ടികളും ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതാണ്. മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു ലാബുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.